അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ടവരെ, വളരെ പ്രധാനപ്പെട്ട കുറേ വിഷയങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഒന്ന്, നാം നിലകൊള്ളുന്ന ഈ വർഷം എന്നാണ് ബറാഅത്ത് രാവ് കടന്നു വരിക. രണ്ടാമത്തെ വിഷയം, ഈ ബറാഅത്ത് രാവിൽ 3 യാസീൻ ഓതണം. ഓരോ യാസീൻ ഓതുമ്പോഴും പ്രത്യേകമായി കരുതേണ്ടത് എന്തൊക്കെയാണ്? ഈ യാസീൻ എപ്പോഴാണ് ഓതേണ്ടത്? ഇനി നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് സ്ത്രീകൾ വലിയ അശുദ്ധിയിലൂടെ കടന്നു പോകുന്നുണ്ടാകും. അങ്ങനെ യാസീൻ ഓതാൻ പറ്റാത്ത ആളുകൾക്ക്, അല്ലെങ്കിൽ യാസീൻ ഓതാൻ അറിയില്ല, അങ്ങനെയുള്ള കാരണങ്ങളെ കൊണ്ട് യാസീൻ ഓതാൻ പറ്റാത്തവർ എന്താണ് ചെയ്യേണ്ടത്? അതേപോലെ ഈ വിശുദ്ധമായ ബറാഅത്തിൻ്റെ രാവിൽ പ്രത്യേകമായി ചൊല്ലേണ്ട ദിക്റുകൾ ഏതൊക്കെയാണ്? വിശുദ്ധമായ ബറാഅത്തിൻ്റെ നോമ്പ്, ആ നോമ്പിൻ്റെ നിയത്ത് എങ്ങനെയാണ്? നോമ്പ് ഖളാഉള്ളവർ എന്താണ് ചെയ്യേണ്ടത്? യാസീൻ ഏത് സമയമാണ് ഓതേണ്ടത്? തുടങ്ങി വളരെ പ്രധാനപ്പെട്ട കുറേ വിഷയങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. കൃത്യമായി ശ്രദ്ധിച്ച് കേൾക്കാം. ഒന്നാമത്തെ വിഷയം, നാം നിലകൊള്ളുന്ന 2026 ഈ വർഷം ഫെബ്രുവരി 2 തിങ്കൾ അസ്തമിച്ച ചൊവ്വാഴ്ച രാത്രിയാണ് ബറാഅത്ത് രാവ് കടന്നു വരുന്നത്. ഈ ചൊവ്വാഴ്ച രാത്രി, അതായത് തിങ്കൾ അസ്തമിച്ച ചൊവ്വാഴ്ച രാത്രി, അപ്പോൾ തിങ്കൾ മഗ്‌രിബോടെ കൂടെ ബറാഅത്ത് പ്രവേശിച്ചു. തിങ്കളാഴ്ച ദിവസം മഗ്‌രിബ് ബാങ്ക് കൊടുക്കലോട് കൂടെ ബറാഅത്തിൻ്റെ രാവിലേക്ക് നമ്മൾ പ്രവേശിച്ചു. ഈ തിങ്കൾ അസ്തമിച്ച ചൊവ്വാഴ്ച രാത്രിയാണ് ബറാഅത്ത് രാവ്. ഈ രാവിലെ മഗ്‌രിബിൻ്റെയും ഇശായിൻ്റെയും ഇടയിലായിട്ടുള്ള സമയത്താണ് നമ്മൾ യാസീൻ ഓതേണ്ടത്. ഇവിടെ 3 യാസീന് സംസാരങ്ങളൊന്നുമില്ലാതെ നമ്മൾ ഓതണം. മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ് നമ്മൾ നേരെ 3 യാസീൻ ഓതാൻ പ്രവേശിക്കാം. അതിൽ ഒന്നാമത്തെ യാസീൻ ഓതുമ്പോൾ നമ്മൾ കരുതേണ്ടത് തൻ്റെയും കുടുംബത്തിൻ്റെയും ദീർഘായുസ്സും ആഫിയത്തുമാണ്. രണ്ടാമത്തെ യാസീൻ നമ്മൾ പ്രത്യേകം കരുതേണ്ടത്, ശ്രദ്ധിക്കുക, ഒന്നാമത്തെ യാസീൻ തൻ്റെയും കുടുംബത്തിൻ്റെയും ദീർഘായുസ്സും ആഫിയത്തിനും വേണ്ടിയിട്ടാണ്. രണ്ടാമത്തെ യാസീൻ നമ്മൾ പ്രത്യേകം കരുതേണ്ടത് തൻ്റെയും കുടുംബത്തിൻ്റെയും ഭക്ഷണപാനീയങ്ങളിലെ വിശാലതയ്ക്ക് വേണ്ടിയിട്ടും ബർക്കത്തിനും വേണ്ടിയിട്ടാണ്. അതായത് റിസ്ക് വിശാലമാകാൻ വേണ്ടിയിട്ടാണ് രണ്ടാമത്തെ യാസീൻ ഓതേണ്ടത്. റിസ്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ നിത്യജീവിതത്തിൽ അത്യാവശ്യമായി വരുന്ന കാര്യങ്ങളൊക്കെ പെടും. അങ്ങനെ വരുമ്പോൾ ഈ റിസ്ക് വിശാലമായി ആവാൻ വേണ്ടിയിട്ടാണ് രണ്ടാമത്തെ യാസീൻ നമ്മൾ ഓതേണ്ടത്. അതായത് ഭക്ഷണപാനീയങ്ങളിലെ വിശാലതയ്ക്കും ബർക്കത്തിനും വേണ്ടിയിട്ടാണ് രണ്ടാമത്തെ യാസീൻ നമ്മൾ ഓതേണ്ടത്. മൂന്നാമത്തെ യാസീൻ നമ്മൾ ഓതേണ്ടത് ഹുസ്നുൽ ഖാത്തിമ, സൽമരണമുണ്ടാകാൻ. അതായത് നമുക്ക് ഈമാൻ സലാമത്തായി മരിക്കണം, നമ്മുടെ അവസാനം നന്നാകണം. ഇതിനു വേണ്ടിയിട്ടാണ് മൂന്നാമത്തെ യാസീൻ നമ്മൾ ഓതേണ്ടത്. ഒരിക്കൽ കൂടി പറഞ്ഞുതരാം. ഒന്നാമത്തെ യാസീന് നമ്മുടെയും കുടുംബത്തിൻ്റെയും ദീർഘായുസ്സും ആഫിയത്തും. രണ്ടാമത്തെ യാസീന് ഭക്ഷണപാനീയങ്ങളിലെ വിശാലതയും ബർക്കത്തും, അതായത് റിസ്ക് വിശാലമാകാൻ വേണ്ടി. മൂന്നാമത്തെ യാസീന് സൽമരണം, അതായത് ഹുസ്നുൽ ഖാത്തിമ, ഈമാൻ സലാമത്തായി മരിക്കാൻ വേണ്ടി. ഈ 3 ഉദ്ദേശങ്ങൾക്കാണ് ഓരോ യാസീനും പ്രത്യേകമായി ഓതേണ്ടത്. ഈ ഓരോ യാസീൻ ഓതുന്നതിന് തുടക്കഘട്ടത്തിൽ ഈ പറഞ്ഞ നിയത്തുകൾ പ്രത്യേകം കരുതുക. ഇനി ശ്രദ്ധിക്കേണ്ട വിഷയം, യാസീൻ ഓതിക്കഴിഞ്ഞാൽ സൂറത്തു ദുഹാൻ കൂടി മാക്സിമം എല്ലാവരും ഓതാൻ വേണ്ടി ശ്രമിക്കാം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി നമ്മൾ വളരെ ശ്രദ്ധയോടെ നോക്കിക്കാണേണ്ട വിഷയം, പല ആളുകളും ചോദിച്ചൊരു ചോദ്യമാണ്, അസർ നമസ്കാര ശേഷമാണോ യാസീൻ ഓതേണ്ടത്, മഗ്‌രിബ് നമസ്കാര ശേഷമാണോ യാസീൻ ഓതേണ്ടത് എന്നുള്ളത്. മഗ്‌രിബിൻ്റെയും ഇശായിൻ്റെയും ഇടയിലായിട്ട് നമുക്ക് യാസീൻ ഓതാം. ഇനി ചിലയിടങ്ങളിൽ അസറിന് ശേഷം ഓതിപ്പോരുന്നുണ്ടാകും. അങ്ങനെയുള്ളവർ പറ്റുമെങ്കിൽ അസറിന് ശേഷം ഓതാം, മഗ്‌രിബിന് ശേഷം ഓതാം. അങ്ങനെ 3 യാസീനുകൾ ഈ 2 സമയത്തായിട്ട് ഓതിയാൽ വളരെ പുണ്യമുള്ള കാര്യമാണ്. ആവശ്യം ശ്രദ്ധിക്കാം. ഇനി ഒരാൾക്ക് മഗ്‌രിബിന് ശേഷം ഇശായിൻ്റെയും ഇടയിലായിട്ട് തീരെ യാസീൻ ഓതാൻ പറ്റിയിട്ടില്ല എങ്കിൽ അവർക്ക് ഇശായിന് ശേഷം പറ്റുമെങ്കിൽ ആ സമയത്തെങ്കിലും ഓതാൻ വേണ്ടി ശ്രമിക്കാം. ഇനി നമ്മുടെ കൂട്ടത്തിൽ വലിയ അശുദ്ധിയിലൂടെയൊക്കെ കടന്നു പോകുന്ന സ്ത്രീകളുണ്ടെങ്കിൽ അവരൊന്നും യാസീൻ ഓതേണ്ടതില്ല. ആവശ്യം മനസ്സിലാക്കാം. പകരം അവർക്ക് ശേഷം പറഞ്ഞു തരുന്ന ദിക്റുകളൊക്കെ അവർക്ക് ചൊല്ലാം. യാസീൻ അവർ ഓതേണ്ടതില്ല. ഇനി ഈ യാസീൻ ഓതുന്നതിൻ്റെ ഇടയിലായിട്ട് അനാവശ്യമായ സംസാരങ്ങളിലേക്കൊന്നും നമ്മൾ പ്രവേശിക്കരുത്. ആവശ്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്തതായി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ബറാഅത്ത് രാവിൽ ചൊല്ലേണ്ട ദിക്റുകളുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഒന്നാമത് നമ്മൾ ശ്രദ്ധിക്കുക, ഇത്തരം പുണ്യമാക്കപ്പെട്ട രാവുകൾ വരുമ്പോൾ പ്രധാനമായും 2 കാര്യങ്ങൾക്ക് നമ്മൾ ഇമ്പോർട്ടൻ്റ് കൊടുക്കണം. ഒന്ന്, ഇസ്തിഗ്ഫാർ അധികമായി നമ്മൾ ചൊല്ലാം, അതായത് അള്ളാഹുവിനോട് അങ്ങേറ്റം പൊറുക്കലിനെ ചോദിക്കാം. രണ്ടാമതൊരു വിഷയം, നമുക്ക് പറ്റുന്നത്ര സ്വലാത്ത് ചൊല്ലാം. റസൂലുള്ളാഹിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലി നമ്മൾ ആത്മാർത്ഥമായി ദുആ ചെയ്യാം.
വലിയ ശുദ്ധിയിലൂടെ കടന്നു പോകുന്ന ആളുകൾക്കൊക്കെ ഇങ്ങനെ ചൊല്ലാം. ഇനി വേറൊരു പ്രത്യേകമായൊരു ദിക്ർ കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാണ്. എല്ലാവരും സ്ക്രീൻ ശ്രദ്ധിക്കാം. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസു. ഈ ദിക്ർ 100 പ്രാവശ്യം ചൊല്ലാം. അതേപോലെ പറ്റുന്ന ആളുകൾ മുകളിൽ കൊടുത്ത ആ ദിക്ർ 70 പ്രാവശ്യം കൂടി ചൊല്ലാം. എന്നാൽ പറ്റുന്നില്ലെങ്കിൽ ഈ താഴെ പറഞ്ഞ ഈ ദിക്ർ 100 പ്രാവശ്യം ചൊല്ലാം. ഇനി അതേപോലെ നമുക്കാവുന്ന രൂപത്തിൽ ദിക്റുകളും സലാത്തുകളൊക്കെ അധികരിപ്പിക്കാനാണ് ഇങ്ങനെയുള്ള രാത്രികൾ പ്രത്യേകം നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു വിഷയം ബറാഅത്ത്, നോമ്പുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ബറാഅത്തിന് നോമ്പ് അനുഷ്ഠിക്കുക എന്നുള്ളത് സുന്നത്താണോ? നോമ്പ് അനുഷ്ഠിക്കുക എന്നുള്ളത് സുന്നത്ത് തന്നെയാണ്. ഒരുപാട് മഹത്തുക്കൾ അതിനെപ്പറ്റി നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള തെളിവും കാര്യങ്ങളും മറ്റു വിഷയങ്ങളൊക്കെ നമുക്ക് ബറാഅത്ത് നോമ്പുമായി ബന്ധപ്പെട്ട് പ്രത്യേകമായ വീഡിയോയിൽ സംസാരിക്കാം. എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ബറാഅത്ത് നോമ്പ് സുന്നത്താണ്. അത് ഫെബ്രുവരി 3 ചൊവ്വാഴ്ചയാണ് ഈ വർഷം അനുഷ്ഠിക്കേണ്ടത്. അങ്ങനെ നോമ്പ് അനുഷ്ഠിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഷഅബാൻ 15 ഏതായാലും അയ്യാമുൽ ബീദിൻ്റെ ദിനമാണ്. അയ്യാമുൽ ബീദിൻ്റെ ദിനം നോമ്പ് അനുഷ്ഠിക്കുക എന്നുള്ളത് ഏറെ പുണ്യമുള്ള കാര്യമാണ്. അങ്ങനെ വരുമ്പോൾ നാളത്തെ അയ്യാമുൽ ബീദിൻ്റെയും ബറാഅത്തിൻ്റെയും സുന്നത്ത് നോമ്പ് അല്ലാഹു തആലക്ക് വേണ്ടി നോറ്റിടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ നിയത്ത് വെച്ചിട്ട് നോമ്പ് അനുഷ്ഠിക്കാം. നോമ്പ് ഖളാ ഉള്ളവർക്ക് റമദാൻ മാസം ഖളാ ആയ ഫറളാക്കപ്പെട്ട നോമ്പ് നാളെ അയ്യാമുൽ ബീദിൻ്റെയും ബറാഅത്തിൻ്റെയും സുന്നത്ത് നോമ്പോടെ കൂടെ അല്ലാഹു തആലക്ക് വേണ്ടി നോറ്റിടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ നിയത്ത് വെച്ചിട്ട് നോമ്പ് അനുഷ്ഠിക്കാം. ഇനി നിയത്ത് മറന്നാലുള്ള പരിഹാരം, അതേപോലെ നേർച്ചയാക്കിയ നോമ്പിന് നിയത്ത്, അങ്ങനെ തുടങ്ങി പല വിഷയങ്ങളും നിങ്ങൾക്ക് സംശയം ഉണ്ടാവും. അത് ബറാഅത്ത് നോമ്പുമായി ബന്ധപ്പെട്ട് സെപ്പറേറ്റ് ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അതിൽ ഡീറ്റെയിൽ ആയി നമുക്ക് സംസാരിക്കാം. ഏതായാലും ഈ വീഡിയോയിൽ തന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഈ വീഡിയോ വലിച്ചു നീട്ടാൻ ആഗ്രഹിക്കുന്നില്ല, ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതേസമയത്ത് ഏറ്റവും ലളിതമായ ഇസ്ലാമിക വിവരങ്ങളൊക്കെ സ്ട്രക്ചേർഡായി വെബ്സൈറ്റ് വഴി ക്ലാസ്സുകളൊക്കെ പ്രൊവൈഡ് ചെയ്ത് ഒരു പ്രൊഫഷണലായി വിത്ത് ക്ലാസ് നോട്ട്സോടുകൂടി പ്രൊവൈഡ് ചെയ്ത് എല്ലാ കാര്യങ്ങളും ബേസിക്കായി പഠിക്കേണ്ട എല്ലാ കാര്യങ്ങളും കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കുന്ന രൂപത്തിൽ നാഫി അക്കാഡമിയുടെ ഹിക്മ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ കോഴ്സിലേക്ക് നിലവിൽ ഒരുപാട് അഡ്മിഷൻസ് വന്നിട്ടുണ്ട്. വന്ന ആളുകളൊക്കെ നല്ല രൂപത്തിൽ സാറ്റിസ്ഫൈഡ് ആണ്. അതുകൊണ്ട് നിങ്ങളും തീർച്ചയായിട്ടും ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ nafiacademy.com എന്ന് നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാര്യങ്ങൾ ലഭ്യമാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് നല്ല കാര്യങ്ങൾ പറയാനും കേൾക്കാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഈ വീഡിയോ നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് പേര് ആഗ്രഹിച്ചതാണ്. മാക്സിമം ആളുകളിലേക്ക് ഇപ്പോൾ തന്നെ എത്തിച്ചു കൊടുക്കാൻ കൂടി ശ്രമം നടത്താം. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.